ഓരോ മനുഷ്യനും ഓരോ ആത്മാക്കളാണ്. അവർക്കെല്ലാം വ്യത്യസ്തമായ തലങ്ങളാണ്. വ്യത്യസ്ത വഴികളിലൂടെയാണ് അവർ പരമാത്മാവിലേക്ക് അടുക്കുന്നത്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ്, വ്യത്യസ്ത സമയങ്ങളിലാണ്. ആകെയുള്ള ഒരു കോമൺ ഫാക്ടർ എന്താന്ന് വെച്ചാൽ ചിത്തവൃത്തി നിരോധമാണ്. ഉം. ഒറ്റ കോമൺ ഫാക്ടറേ ഉള്ളൂ. അപ്പൊ പല രീതിയിലുള്ള സെഷൻസ് പലർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നീ ഒരു ആൺ സൗഹൃദം, പെൺ പെൺ സൗഹൃദം ഉള്ളവർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റൂല, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിക്ക് ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല എന്നൊന്നും ഇല്ല. അവർക്കും ഒരു സമയമുണ്ടാവും. അവരൊന്നും തെറ്റ്, നമ്മൾ ധാർമ്മികതയല്ല ഞാനിവിടെ പഠിപ്പിക്കുന്നത്. എടാ, നീ അച്ചടക്കത്തോടുകൂടി നടക്കണം, നീ അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, നീ അത് ചെയ്യരുത്, അതല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ധാർമ്മികതയല്ല ഇവിടെ. ആരെങ്കിലും ധാർമ്മികത കേൾക്കാൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനത് പറയുന്നില്ല. ധാർമ്മികതയൊന്നുമല്ല. അങ്ങനെ ധൈര്യമുള്ളവർ കൂടി ഇരുന്നാൽ മതി. ഇത് ധാർമ്മികതയൊന്നും ആയിരിക്കില്ല. മനുഷ്യന്റെ ഓരോ തലങ്ങളെക്കുറിച്ചും അവരെങ്ങനെ ഹ്യൂമൻ ടെക്നോളജിയിലൂടെ അവരുടെ ലക്ഷ്യത്തിലേക്ക്, യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത് എങ്ങനെയാണ്, ജഡത്തിൽ നിന്നും സ്പിരിറ്റിലേക്ക്, ജഡത്തിൽ നിന്നും സ്പിരിറ്റിലേക്ക് അടുക്കുക. അപ്പൊ അവിടെ ധാർമ്മികതയൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. നോക്കരുത്, നീ അത് ചെയ്യരുത്, അതല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. യൂട്യൂബ് ലൈവ് കയറി വന്നു. ഇവിടെ സമൂഹത്തെ ഭയമില്ല, സമൂഹ മനസ്സിനെയും ഇവിടെ ഭയമില്ല. ഓരോ ഓരോ മനുഷ്യരും വ്യത്യസ്തമായ ഒരു തലത്തിലൂടെ നടന്ന് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാ മനുഷ്യരുടെയും അന്തസ്സിനെയാണ് ബഹുമാനിക്കുന്നത്. മനുഷ്യ അന്തസ്സിനെ, അതായത് മനുഷ്യാത്മാവിനെ. അവരെന്താണ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടല്ല. ഇവിടെ നമ്മളൊരു നായയാണെങ്കിലും ബഹുമാനിക്കും. കാരണം നമുക്കറിയാം ആ നായ എന്തുകൊണ്ടാണ് ആ നായയായി ജീവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. അല്ലേ? ഏ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്നും ഈ തലത്തിൽ ചിന്തിക്കുന്നതും എന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഈ തലത്തിൽ ചിന്തിക്കുമായിരുന്നോ? ഇങ്ങനെയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ, ഇങ്ങനൊരു വഴി, അല്ലേ? പൂർണ്ണമായും വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ ധാർമ്മികതയല്ല പഠിപ്പിക്കുന്നത്. അവബോധത്തിന്റെ സന്തുലനാവസ്ഥയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിലാണ് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കയറി വരുന്നത്. ആത്മാവിന്റെ ഉയർച്ചയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഉണർവിനെ കുറിച്ചുള്ള രീതികൾ ഒരിക്കലും ധാർമ്മികമായി കാണാൻ പറ്റൂല. ഇതൊരു സീക്രട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ ധാർമ്മികമായി കാണാൻ പറ്റില്ല. ഇന്ന് ലോകത്ത് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആൺ ആൺ സൗഹൃദങ്ങൾ, പെൺ പെൺ സൗഹൃദങ്ങൾ വളരെ ശക്തമായ ഒരു ലെവലിലേട്ടൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനൊന്നും ഒരിക്കലും നമ്മൾ എതിർത്തത് കൊണ്ടോ കണ്ണടച്ച് ഇരുട്ടാക്കിയത് കൊണ്ടോ ഇല്ലാതാകുന്നതല്ല. കണ്ണ് തുറന്ന് മിഴിച്ച് പേടിപ്പിച്ചത് കൊണ്ടോ കണ്ണടച്ച് ഇരുട്ടാക്കിയത് കൊണ്ടോ ഇല്ലാതാകുന്നതല്ല. രണ്ട് രീതിയിലും അതൊന്നും ഇല്ലാതാകില്ല. നമുക്ക് ചോദ്യങ്ങളെ തെല്ലും ഭയമില്ല. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരവുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമുണ്ട്.
ഒരന്വേഷണത്തെ ഭയപ്പെടുന്നത് ഈഗോയാണ്. നിങ്ങൾ ഒരു കാര്യത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെയാണ്, ആ, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട. അന്വേഷണത്തെ ഭയപ്പെടുന്നത് ഈഗോയാണ്. ശാരീരികമായ ഒരു അട്രാക്ഷൻ, അത് മനുഷ്യ ശരീരത്തിൽ നിന്നുകൊണ്ടുള്ളതാണ്. മനുഷ്യരൂപത്തിലൂടെ പ്രകടിപ്പിക്കുന്ന മനസ്സിന്റെ ചലനമാണത്. അതൊരു പാപമോ ഒരു പ്രവണതയോ ഒരു കലാപമോ ഒന്നുമല്ല. അത് ശരിയാണോ തെറ്റാണോ, അത് പൊളിറ്റിക്സ് ആണോ, അത് റിലീജിയൻ ആണോ, അത് അംഗീകരിക്കുന്നതാണോ നിരാകരിക്കുന്നതാണോ, അതൊന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ തലത്തിലുള്ള ആത്മാവിന്റെ യാത്ര എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് ശരിയും തെറ്റുമില്ല, നമുക്ക് മതമോ രാഷ്ട്രീയമോ ഇല്ല. നമ്മളൊന്നിനെയും അംഗീകരിക്കുന്നില്ല, നിരാകരിക്കുന്നില്ല. മനസ്സിലാകണ്ടോ? നമുക്ക് എല്ലാത്തിനും ഉത്തരമുണ്ട്. ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാത്തിനും ഉത്തരം ഉണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. നിങ്ങളുടെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉത്തരം ആ ലെവലിലാണ്, ആ ഒരു തലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായ ഉത്തരം ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ജെൻഡറിന് ഒരു സോളിന് ജെൻഡർ ഇല്ല. ആത്മാവിന്റെ നിഗൂഢമായ ഒരു രഹസ്യമാണത്. ഒരു സോളിന് അടയാളപ്പെടുത്തുന്ന അടയാളങ്ങൾ, ലിംഗഭേദം. ഒരു സോളിന് ലൈംഗികത ഇല്ല. അവിടെയാണ് ജഡത്തിൽ നിന്നും ആ ശക്തി ആത്മാവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. ആത്മാവിനൊരു ഒരു ഒരു ഐഡന്റിറ്റി ഇല്ല. അനീതി എന്താണ്? അനീതി കണ്ടാൽ എതിർക്കണമെന്ന് പറയും. എന്താണ് നിങ്ങളുടെ അനീതി? നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന അനീതി എന്താണ്? ഒരാണും ആണും സൗഹൃദമാകുന്നു, പെണ്ണും പെണ്ണും സൗഹൃദമാകുന്ന അനീതി. അനീതി എന്താണ്? നിന്റെ അനീതി നിന്റെ മാത്രമാണ്, നിന്റെ മനസ്സിന്റെ ദുഷിച്ച ചിന്തയാണ്. മനസ്സിലായില്ലേ? എല്ലാവരെയും സ്നേഹിക്കുന്നവർക്ക് അനീതിയില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള സീക്രട്ട് നീ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരെ എതിർക്കാൻ പറ്റൂല. അനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ ഒരു അന്യായം നടക്കുകയാണ്, ഒരാളെ മർദ്ദിക്കുകയാണ്, ഒരാളെ ഉപദ്രവിക്കുകയാണ്, ഒരു 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 കഴിവില്ലാത്തവനെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നീ ന്യായം പറയുന്നുണ്ടോ എന്നതാണ്. അല്ലാതെ നിന്റെ മനസ്സിൽ ആരോ കോരിയിട്ട് തന്ന അനീതിയല്ല അത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അത് വേറെ ഇത് വേറെ. അവിടെ നിങ്ങൾ പക്ഷാഭേദം കാണിക്കരുത്. അവിടെ പക്ഷാഭേദം, എൻ്റെ മോൻ, എൻ്റെ കുടുംബം, എൻ്റെ മതത്തിലുള്ളവൻ, അത് വേറെ. അതിൽ കൂട്ടു നിൽക്കരുത്. മനസ്സുകൊണ്ടെങ്കിൽ എതിർത്ത് മാറി നിൽക്കണം.
ന്യായത്തിന്റെ കൂടെ നിൽക്കണം. ആണും പെണ്ണുമായി നിങ്ങൾ ഒരിക്കലും വിഭജിക്കരുത്. ഒരിക്കലും വിഭജിക്കരുത് നിങ്ങൾ. നിങ്ങളുടെ ഐഡന്റിറ്റിയിൽപ്പെട്ടതാണ് ആണും പെണ്ണും. ആത്മാവിന് സ്ഥിരമായ ഒരു ഐഡന്റിറ്റി ഇല്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു നോക്ക്, ആണും പെണ്ണും ഉണ്ടാകത്ത്. അകത്ത് ആണും പെണ്ണും ഉണ്ട്. ലിംഗഭേദവും ആഗ്രഹവും നിങ്ങളുടെ ശരീരത്തിൽപ്പെട്ടതാണ്, നാഡീവ്യൂഹത്തിൽപ്പെട്ടതാണ്, മനസ്സിൽപ്പെട്ടതാണ്, നിങ്ങളുടെ കർമ്മത്തിൽപ്പെട്ടതാണ്. കർമ്മയുടെ ഓർമ്മയിൽപ്പെട്ടതാണ്. ഈ നാല് വിഷയങ്ങളിൽ ബന്ധിതമാണ് നിങ്ങളുടെ ലിംഗഭേദവും ആഗ്രഹവും. ശരീരം, നാഡീവ്യൂഹം, മനസ്സ്, കർമ്മങ്ങളുടെ ഓർമ്മ. എല്ലാ നിങ്ങളുടെ ലിംഗഭേദവും ആഗ്രഹവും അതിൽപ്പെട്ടതാണ്. സത്യത്തില് സ്വപ്നം കാണാൻ ഇറങ്ങിയ സത്യം ഈ നാല് പാളികളിലൂടെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹത്തിനൊരിക്കലും ദിശാബോധമില്ല. അഹത്തിന് ഈ നാല് കാര്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ബോധമുള്ളൂ. അകത്തുള്ള ആണും പെണ്ണിന്റെയും കാര്യമാണ് ഈ പറയുന്നത്. അകത്തും പുറത്തുമുള്ള ആണും പെണ്ണും എല്ലാം നിങ്ങളുടെ ഈ ഒരു നാല് കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അകത്തുള്ള ആണും പെണ്ണും മനസ്സാണെങ്കിൽ പുറത്തുള്ളത് നിങ്ങളുടെ ശരീരവും നാഡീവ്യൂഹവും കർമ്മങ്ങളുടെ ഓർമ്മയും. ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന ബന്ധം, അല്ലാതെ എന്ത് ബന്ധാണ്? ഈ ഭൂമിയിൽ നിങ്ങൾ കണ്ടീഷൻസ് വെച്ച് യോജിച്ചവരാളുകളാണ് നിങ്ങൾ. നിങ്ങൾ നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിലും ശരി, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ശരി, നിങ്ങളുടെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി, മക്കൾ, കുടുംബം എന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി യോജിച്ചവരാണ്. അതിനകത്ത് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് എന്താണ്? മരണശേഷം അവശേഷിപ്പിച്ചു പോകുന്നത് ഒന്നുമില്ല ഈ മക്കൾ ഉണ്ടാവില്ല, ഈ മക്കൾ ഉണ്ടാവില്ല. അതിനപ്പുറത്ത് എന്താണ്? ആഴത്തിലുള്ള ആന്തരികമായ രഹസ്യമാണ്. നിങ്ങളുടെ ഉള്ളില് നിന്നും പുറത്തു വരുന്ന ഈ പറയുന്നതെല്ലാം ആന്തരികമായ പുരുഷ സ്ത്രീ അസന്തുലിതാവസ്ഥയുടെ അതിൻ്റെ ആവിഷ്കാരവുമാണ്. ഓരോ മനുഷ്യരും ഈ രണ്ട് ഊർജവും വഹിക്കുന്നുണ്ട്, പുരുഷ ഊർജവും സ്ത്രീ ഊർജവും. അതെല്ലാവർക്കും അറിയാതെ. ഇന്നലെ നമ്മൾ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഒന്ന് കേട്ടു നോക്കിയാൽ മതി. ഈ ഊർജങ്ങൾ വിപരീതമാകുമ്പോൾ, അടിച്ചമർത്തപ്പെടുമ്പോഴാണ് പല പ്രശ്നങ്ങളും. ആന്തരിക ധ്രുവീകരണം സങ്കീർണമാകുമ്പോൾ ബാഹ്യമായതെല്ലാം ആ സങ്കീർണതയെ പ്രതിഫലിപ്പിക്കുന്നു. മനസ്സ് മനസ്സെന്താണോ സംയോജിപ്പിക്കുന്നത്, ശരീരം ആ മനസ്സിന്റെ കൂടെ നിൽക്കുവാണ് അവിടെ. ഇത് ക്രമക്കേടൊന്നും അല്ലാതെ ആന്തരികമായ ഘടനയുടെ വൈവിധ്യങ്ങളാണ്. അപ്പൊ ആ വൈവിധ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണം. ആൺ പെൺ റേഷ്യോ നമ്മൾ കൂട്ടും കുറയ്ക്കും അല്ല ചെയ്യേണ്ടത്. കുറവാണെങ്കിൽ കൂട്ടണം, അല്ലെങ്കിൽ
കൂടി നിൽക്കുന്നത് കുറയ്ക്കുകയല്ല വേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞു, അതൊരു ആർട്ട് ഫോമാണ്. പരസ്പരം ഇപ്പൊ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആവും അല്ലേ? ആദ്യകാലങ്ങളിൽ. ഉം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാവുകയാണ് അവിടെ വേണ്ടത്. ആണ് കരയരുത്, പെണ്ണ് പൊട്ടിച്ചിരിക്കരുത്. രണ്ട് സങ്കല്പങ്ങളാണ്. ആണ്, എടാ ആണ്, നീ ഒരാണല്ലേ, നീ കരയരുത്. പെണ്ണ് പൊട്ടിച്ചിരിച്ച, പെണ്ണ്, നീ ഒരു പെണ്ണല്ലേ, പൊട്ടിച്ചിരിക്കരുത്. അവിടെ ആ രണ്ട് നിയന്ത്രണങ്ങളല്ല വേണ്ടത്. ആ, ശരിക്കും മെർജ് ചെയ്യാണ് വേണ്ടത്. ഒരിക്കലും ബാലൻസ് ചെയ്യല്ല വേണ്ടത്. ആ, യൂണിയൻ ഉണ്ടാകുകയാണ് വേണ്ടത്, യൂണിയൻ. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പഴയ കർക്കശമായ ഐഡന്റിറ്റികൾ പൊട്ടിത്തകരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു മനസ്സിൽ പെണ്ണാന്ന് തോന്നുന്ന ഒരു ഐഡന്റിറ്റി വന്നിട്ട് പറയും, ഓപ്പണായിട്ട് വിളിച്ചു പറയും, ഞാൻ പെണ്ണിനെ പോലെയാണ്, നിങ്ങൾക്ക് എന്നാ കുഴപ്പം? കാരണം പഴയ കർക്കശമായ ഐഡന്റിറ്റി തകരുകയാണ്. ചിലർ വന്നിട്ട് വിളിച്ചു പറയും, എനിക്ക് മതമില്ല, ഒരു കുന്തവും ഇല്ല, മണ്ണാങ്കട്ടയില്ല. ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. കാരണം സ്വതന്ത്രമായി കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേട്ടാണ്, ഇനിയും ഇനിയും കൂടുതൽ ഓപ്പൺ ആകുന്ന ഒരു കാലഘട്ടത്തിലേട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റം നമ്മൾ തിരിച്ചറിയണം. അവിടെ മതവാദികളും നിരീശ്വരവാദികളും ഒരേ ലെവലിൽ ഇപ്പോഴും നിൽക്കുവാണ്. നമ്മളാ മാറ്റം തിരിച്ചറിയണം. പഴയ കർക്കശമായ എല്ലാ ഐഡന്റിറ്റികളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അഹത്തിന്റെ ഘടനകൾ അലിഞ്ഞലിഞ്ഞില്ലാതാകുകയാണ്. ഞാനൊരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് നിങ്ങളോട് ഇന്ന് ഞാൻ എടുക്കുന്ന പല സെഷനുകളും പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനേ പറ്റൂല. അന്നത്തെ ഒരു സ്റ്റേറ്റ് വെച്ചിട്ട് നിങ്ങൾ പറയും, ഇതേതോ ഒരു വലിയ ഭയങ്കര ഒരു മായാജാലക്കാരൻ, ഒരു കൂടോത്രക്കാരൻ, ഒരു ബ്ലാക്ക് മാജിക്കാരൻ വന്നിരുന്ന് ഞങ്ങളെ ആകർഷിക്കാൻ നോക്കുവാണ് എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞേനെ. നിങ്ങൾ ഈ അന്നത്തെ ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പത്തെ നിങ്ങളുടെ സാഹചര്യവും നിങ്ങൾ നിന്നിരുന്ന തലവും പ്രായമുള്ള ആളുകൾക്ക് ഇന്ന് ഞാൻ പറയുന്ന ഈ സത്യങ്ങളും തമ്മിൽ നിങ്ങളൊന്ന് കൂട്ടിവെച്ച് വായിച്ചു നോക്കി. അന്ന് ഇത് ഉൾക്കൊള്ളാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥ ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇന്ന് അടച്ചു വച്ചിരുന്ന പല ഊർജങ്ങളും പല ശക്തികളും പുറത്തു വരാൻ തുടങ്ങുകയാണ്. എൻ്റെ ജീവിതത്തിൽ പോലും എനിക്കിത് രാവും പകലും പോലെ വ്യത്യാസമാണ്. എൻ്റെ ജീവിതത്തിൽ പോലും. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യം അല്ല, എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലേ? നൂറ്റാണ്ടുകളായി ഒളിച്ചു വച്ചിരുന്നത് പുറത്തു വരുന്ന സമയമാണ്. നൂറ്റാണ്ടുകളായി ഒളിച്ചു വച്ചിരുന്നത് പുറത്തു വരുന്ന സമയമാണിത്. സോ ബി കെയർഫുൾ. വളരെ ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോവുക. അതിൽ ഏറ്റവും മുമ്പിൽ നടക്കുന്ന ആളുകളാണ് നമ്മൾ. ഇനിയിപ്പോ നമ്മളെ ഓവർടേക്ക് ചെയ്തൊക്കെ ആരെങ്കിലും പോകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. ഒരു കാലഘട്ടം ചിലർ മുൻകൂട്ടി കണ്ടിരുന്നു. മനുഷ്യത്വം ആന്തരിക ആൻഡ്രോജിനിയിലേക്ക്, അല്ലെ ആശയക്കുഴപ്പമല്ല, സംയോജനത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടം. പുരുഷനും സ്ത്രീയും ലയിക്കുന്ന ബോധമുള്ള ഒരു അസ്തിത്വത്തിലേക്ക് നീളുന്ന ഒരു കാലഘട്ടം. മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളുകൾ മുൻകൂട്ടി കണ്ടിരുന്നു.
അത് എടുക്കാവുന്ന രീതിയിൽ ബാക്കി വച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അതെടുക്കാവുന്ന രീതിയിൽ വച്ചിട്ടാണ് പോയിട്ടുള്ളത്. ആത്മാർത്ഥത മാത്രം മതി എടുക്കാൻ. വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. ഈ കർമ്മം, മുൻകാല ജീവിതങ്ങൾ, ആത്മാവിന്റെ ഓർമ്മ, ഇതൊക്കെ പറയുമ്പോ കുറെ കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടി വരും. ആവർത്തിച്ചുള്ള ചില കാര്യങ്ങള്, വൈവിധ്യമാർന്ന ലിംഗാനുഭവങ്ങൾ, വൈവിധ്യമാർന്ന സ്ത്രീ പുരുഷ അനുഭവങ്ങൾ, വൈകാരികമായ ഓർമ്മകൾ, ഒരേ സിസ്റ്റത്തിൽ തന്നെ, ഒരേ അടയാളത്തിൽ തന്നെ നിരവധി ജീവിതങ്ങൾ ജീവിച്ച ഒരാത്മാവ് ശരീരത്തിൽ വ്യത്യസ്തമായ ആകർഷണങ്ങൾ പ്രകടിപ്പിച്ചേക്കാം. ഒരേ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആവർത്തിച്ച് ആവർത്തിച്ച് അവർക്കൊരു മോഹം, അത് ശിക്ഷയും പ്രതിഫലവും ഒന്നുമല്ല. സ്വയം അവിടെയും സ്വയം പൂർത്തിയാവുകയാണ്, സ്വയം പൂർത്തിയാക്കുന്ന അനുഭവം. അത് കമ്പൽ ആയിട്ട് ചെയ്യാൻ നോക്കുകയാണ്. സ്വയം പൂർത്തി, കാരണം അവർക്ക് അറിയില്ല ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കാൻ ആരുണ്ട്? വളരെ കുറച്ച് ആളുകളെ കാണുള്ളൂ. അതിന്റെ സത്യാവസ്ഥ അവർ സ്വയം പൂർത്തിയാക്കാനുള്ള ആഗ്രഹമാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും 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 ഈ ചക്രത്തിൽ ഇങ്ങനെ വരുന്നു? എനിക്ക് എന്തുകൊണ്ട് മറ്റേ ചക്രത്തിലോട്ട് മാറാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുന്നില്ല? അത് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള ഹൈ പ്രഷറിൽ നിന്നാണ് സർജറികൾ വരെ ഉണ്ടാകുന്നത്. ഈ ഒരു തലം അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഉത്തരം കിട്ടും. ഒരു നിരീശ്വരവാദിക്ക് അവന് കൃത്യമായ ഉത്തരം കിട്ടും. ഒരു മതവാദിക്ക് അവന് കൃത്യമായ ഉത്തരം കിട്ടും. ഒരു ട്രാൻസ്ജെൻഡറായി നടക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഉത്തരം കിട്ടും. വൈ? എന്തുകൊണ്ട്? ഇപ്പൊ ഇത്രയും ക്ലിയർ ആക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ഒന്നുകൂടി അത് കേക്ക്, എന്നിട്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കും ഞാൻ പറഞ്ഞത് എന്താണെന്ന്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. വ്യക്തമാവും. ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായി തന്നെ ഞാൻ ആ വാചകം ഉപയോഗിച്ച്. ഒന്ന് കേട്ടു നോക്ക്, എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ നാളെ പറ, ഞാൻ ക്ലിയർ ചെയ്യാം. സർജറി എന്ന് പറഞ്ഞാൽ പെണ്ണ് ആണാകുന്നതും ആണ് പെണ്ണാകുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലിംഗഭേദമില്ലാത്ത ആത്മാവിലേക്ക് തിരിച്ചുവരവ് നടത്തുകയാണ് വേണ്ടത്. ഈ ഒരു വരുന്ന സമയം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങളുടെ സകല ലേബലും ഉപേക്ഷിക്കുന്നതോടൊപ്പം നിങ്ങൾ പുരുഷൻ സ്ത്രീ എന്ന ഐഡന്റിറ്റി, ശരീരത്തിന് പിന്നിലുള്ള അവബോധം,
അവബോധം അനുഭവിക്കുക. അതിന് അതിന് ലിംഗഭേദമില്ല, മുൻഗണനയില്ല. ആഗ്രഹമില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരാഗ്രഹമുണ്ട്. അത് സത്യസന്ധമായ ഒരാഗ്രഹമാണ്. ഇവിടെ സാന്നിധ്യമാണുള്ളത്. ഇവിടെ നമുക്ക് സാന്നിധ്യമാണുള്ളത്. അത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമാണ്. പതുക്കെ നിങ്ങൾ അതിലേക്ക് മടങ്ങുക. ഒറ്റയടിക്ക് മടങ്ങാൻ പറ്റൂല. പ്രിയമുള്ളവരെ, ആത്മാവിന് ഒരതിർവരമ്പുമില്ല. അവബോധമില്ലാത്തൊരു സ്നേഹം നിങ്ങൾക്ക് ആസക്തിയായി മാറും. അവബോധമില്ലാത്ത സ്നേഹം നിങ്ങളെ അതിന്റെ ഭക്തനാക്കി മാറ്റും. ഏതിന്റെ? ഈ മനുഷ്യ ശരീരത്തിന്റെ. അബോധത്തിൽ നിന്നും നിങ്ങൾ ബോധത്തിലേക്ക് കരകയറുക. നിങ്ങൾ ബോധമുള്ളവരാണോ? ഭാവി മനുഷ്യൻ പുരുഷനോ സ്ത്രീയോ അല്ല, അവബോധമുള്ളവനാണ്. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ കാലം എന്ന് പറയുന്നത് നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്ന യുഗം പുരുഷന്റെയോ സ്ത്രീകളുടെയോ അല്ല. ആ അവബോധം ഉയരുമ്പോൾ നിങ്ങളുടെ ഭയം പൂർണ്ണമായും അപ്രത്യക്ഷമാകും. അവിടെ നിങ്ങൾ ജഡത്തിൽ നിന്നും സ്പിരിറ്റ് തലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ഇപ്പൊ വെറും ജഡമാണ്. എല്ലാ പാരമ്പര്യങ്ങളും എല്ലാ ധർമ്മങ്ങളും പറയുന്നത് ഇത് തന്നെയാണ്. ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക്. ആഗ്രഹമില്ലാതെ മനുഷ്യന് ശരീരത്തിൽ ജീവിക്കാനേ കഴിയൂല. ആ ആഗ്രഹം നിങ്ങൾ എവിടെ അലൈൻ ചെയ്യുന്നു എന്നതാണ് ആ പ്രശ്നം. അവിടെയാണ് പരിവർത്തനം. ആഗ്രഹം ഒരിക്കലും ശത്രുവല്ല. പക്ഷേ യഥാർത്ഥ ആഗ്രഹം എന്താണ്? അബോധാവസ്ഥയിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ജയിലാണ്. അത് അസംസ്കൃതമായ അസംസ്കൃതമായ മധുവാണ്, ജീവശക്തിയാണ്. ആഗ്രഹം എന്നത്, അപ്പൊ ഈ പുള്ളിയാണല്ലേ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞ ഒരാഗ്രഹവും പാടില്ല. ആഗ്രഹം അസംസ്കൃതമായ ജീവശക്തിയാണ്. അവിടെയാണ് നിങ്ങൾ ആ രഹസ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കാമം കാമം എന്ന് വിളിക്കുന്നതും അതേസമയം ഭക്തി എന്ന് വിളിക്കുന്നതും ഒരേ ഉറവിടത്തിൽ നിന്നാണ് വരുന്നത്. കാമം എന്ന് വിളിക്കുന്നതും നിങ്ങൾ ഭക്തി എന്ന് വിളിക്കുന്നതും ഒരേ ഉറവിടത്തിൽ നിന്നാണ് വരുന്നത്. പ്രശ്നം ആഗ്രഹമല്ല, അത് എവിടെ ഒഴുകുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളുടെ ഭക്തിയുടെ ആഗ്രഹവും നിങ്ങളുടെ കാമത്തിന്റെ ആഗ്രഹവും ഒരേ സ്ഥലത്ത് നിന്നല്ല വന്നത്. അത് എവിടെ ഒഴുകുന്നു എന്നതാണ് പ്രശ്നം. ആഗ്രഹത്തിന്റെ ഉദ്ഭവം എങ്ങനെയാണ്?
ആഗ്രഹത്തിന്റെ ഉദ്ഭവം എങ്ങനെയാണ്? ദൈവത്തിന്റെ ആഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാവുമായിരുന്നോ? ആഗ്രഹമാണ് ആദ്യ സൃഷ്ടിയുടെ ആദ്യ ചലനം. ചിന്തയ്ക്ക് മുമ്പ്, രൂപത്തിന് മുമ്പ്, നിങ്ങളുടെ സത്വത്തിന് മുമ്പ് അനുഭവിക്കാനുള്ള ഒരാഗ്രഹം, സ്വപ്നം അനുഭവിക്കാനുള്ള ഒരാഗ്രഹം. ആ ആഗ്രഹം എങ്ങനെയായത്? ആ ആഗ്രഹത്തിന്റെ ആ ഉറവിടം കണ്ടാണ്ടല്ലോ. വാവ്. ഒന്ന് ചിന്തിച്ചു നോക്കി. ആഗ്രഹമാണ് ഇങ്ങനെയായത്. ശരീരത്തിലെ ലൈംഗികത, മനസ്സിലെ സർഗാത്മകത, ഹൃദയത്തിലെ പ്രാർത്ഥന. ഊർജം ഒന്നാണ്, ഭാവങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രം. താഴേക്ക് വീഴുന്ന ശരീരത്തിൽ ജഡത്തിലേട്ട് വീഴുന്നത് ലൈംഗികതയായി മാറുന്നു, മുകളിലേട്ട് ഉയരുന്നത് പ്രാർത്ഥനയായി മാറുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ അടിച്ചമർത്തി വെക്കുമ്പോൾ, അടച്ചു വെക്കുമ്പോൾ, നിയന്ത്രണങ്ങൾ ശക്തമാകുമ്പോൾ സുഖഭോഗത്തിന്റെ അടിമകളായി മാറും. അടിച്ചമർത്തി കുറ്റബോധം, ലജ്ജ, വികൃതി, രോഗം ഇവയൊക്കെ സൃഷ്ടിക്കും അതിനകത്ത്. അടിച്ചമർത്തുമ്പോ അടച്ചു വച്ച് അടിച്ചമർത്തി അങ്ങനെയൊന്നും കഴിയൂല ഇനി. ആസക്തിയോ? ആസക്തി, ശൂന്യത, ആവർത്തനം. ഫുഡൊക്കെ നല്ല ഫുഡ് കുറെ നാൾ കഴിച്ച് കഴിയുമ്പോൾ അതിനോടുള്ള മടുപ്പ്. നല്ല ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് കുറെ കഴിയുമ്പോൾ അതിനോടുള്ള മടുപ്പ്. ആസക്തി എപ്പോഴും ശൂന്യത സൃഷ്ടിക്കും, ആവർത്തന ബോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് നമ്മൾ മൂന്നാമതൊരു വഴി, രണ്ട് വഴിക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ അടിച്ചമർത്തലിന്റെ വഴിക്കും പോകുന്നില്ല, ആസക്തിയുടെ വഴിക്കും പോകുന്നില്ല. ആസക്തിയുടെ വഴിയാണ് നിരീശ്വരവാദത്തിന്റെ വഴി, അടിച്ചമർത്തലിന്റെ വഴിയാണ് മതബോധത്തിന്റെ വഴി. രണ്ട് വഴിയും തെറ്റാണ്. ഋജുവായ പാതയിലൂടെ പോണം. മൂന്നാമത്തെ വഴി അത് അവബോധത്തിലൂടെയുള്ള പരിവർത്തനമാണ്. ആഗ്രഹത്തിനെതിരെ നമ്മൾ പോരാടൂല. എന്നാൽ ആഗ്രഹത്തെ നമ്മൾ സംസ്കരിക്കും, ശുദ്ധമായ മധുവാക്കി മാറ്റും, ശുദ്ധമായ തേനാക്കി മാറ്റുന്ന തേനീച്ചകളായി നമ്മൾ മാറും. ആഗ്രഹത്തെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കും. ചുമ്മാ അല്ല തേനീച്ചകളെ കുറിച്ചൊന്നും പറഞ്ഞത്. ബോധമുള്ള ആഗ്രഹത്തിന്റെ രസതന്ത്രം നമ്മൾ പഠിക്കും. വി ആർ ആൽക്കമിസ്റ്റ്. നമ്മൾ ചുമ്മാ പൊട്ടന്മാരാ? അല്ല. അല്ലെന്ന്. ഓരോ ആണും പെണ്ണും ആൽക്കമിസ്റ്റുകളാണ്. സ്വർണം കടഞ്ഞെടുക്കാൻ ശക്തിയുള്ളവരാണ്. ഇനി വരാൻ പോകുന്ന യുഗം അതിൻ്റെയാണ്. സ്വർണ യുഗമാണ്, സുവർണ യുഗം. കുറച്ച് കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞേ വരുള്ളൂ എന്ന് മാത്രം. ഗോൾഡൻ എറ. എങ്ങനെയാണ് ഈ രസതന്ത്രം പഠിക്കുക എന്ന് പറയുന്നത്? ആഗ്രഹത്തെ വിധിയില്ലാതെ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ്. ആഗ്രഹത്തെ വിധിയില്ലാതെ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ മാത്രമേ അപ്പം മാത്രം ഈ ആഗ്രഹം പതിയെ മന്ദഗതിയിലാവും, പതിയെ സ്ലോ ആവും, മൃദുവാകും. അത് വികസിച്ച് യഥാർത്ഥ ശരീര സംവേദന ശരിക്കും ഊഷ്മളമാവും, വൈബ്രേഷൻ ഉണ്ടാവും. സൂക്ഷ്മമായ ഒരു കാരണവുമില്ലാത്തൊരു സന്തോഷം പൊട്ടിപ്പുറക്കും.
ഓട്ടോമാറ്റിക്കായി യാതൊരുവിധ ശക്തിയുടെയും പിൻബലമില്ലാതെ ആ ഘട്ടത്തിൽ ആഗ്രഹം ഒരു വസ്തുവിന്റെ ആവശ്യകത നിർത്തും. ഞാൻ ഇതിനെ വിളിക്കുന്നത് പവിത്രമായ അഗ്നി തീയാൽ കത്തിച്ച് കളയുകയാണ്. കത്തിച്ച് 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 അല്ലെങ്കിൽ സപ്ലിമേഷൻ അല്ലെങ്കിൽ പരിവർത്തനം എന്നൊക്കെ പറയാം. ഞാൻ എൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലായത് അതാണ്. ഹ്യൂമൻ ടെക്നോളജിയിൽ നമ്മൾ ഈ ഒരു വേ ഉപയോഗിക്കുമ്പോൾ, ഈ സംസ്കരിക്കുന്ന തേനിൻ്റെ ആ ഒരു പണി നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ശരീരത്തെ അന്വേഷിക്കുന്ന അതേ ഊർജം സത്യത്തെ അന്വേഷിക്കാൻ തുടങ്ങും. അതല്ലേ നിങ്ങൾ സംഭവിച്ചേക്കണത്? ശരീരത്തെ അന്വേഷിക്കുന്ന അതേ എനർജി സത്യത്തെ അന്വേഷിക്കാൻ തുടങ്ങും. നോക്കിയേ, നിങ്ങൾ സ്വന്തം ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നാ സത്യം? എന്താണ് സത്യം? അതല്ലേ? ഇത്രയും നാൾ നിങ്ങൾ ശരീരത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ എനർജി, അതേ എനർജി. ഞാൻ പറഞ്ഞില്ലേ, കാമം കാമം വീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ശരീരം നോക്കിയിരുന്ന അതേ എനർജി ഇപ്പം ഈ പവിത്രമായ അഗ്നിയിലൂടെ നിങ്ങൾ കടന്നുപോയപ്പോൾ നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല ആ തീയിലൂടെ നിങ്ങൾ കടന്നു പോണേന്നുള്ളത്. എല്ലാ അഹവും ഉരുകി വെന്ത് വെണ്ണീറാകുന്ന ഒരു തീ പാതയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് പലരും. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ ഇരിക്കുന്നതിൽ പലരും അങ്ങനെ ആ ഘട്ടം താണ്ടിയവരാണ്. എന്ത് പ്രതിസന്ധി വന്നാലും വിട്ടുപോകാത്ത ആൾക്കാരാണ്. എന്തെല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ ഈ ലോകത്ത്, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. നിങ്ങൾ ആ ഘട്ടം താണ്ടിയത്, ആ തീയുടെ മുകളിലൂടെ നിങ്ങൾ കടന്നു വന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ആ നൂൽപാലത്തിലൂടെ കടന്നു വന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വാളിനേക്കാൾ മൂർച്ചയേറിയ ആ ഇതിന്റെ മുകളിൽ കൂടെ കടന്നു പോകുന്നത് കുറച്ചൊക്കെ അറിഞ്ഞും കാണും, ഇപ്പോഴും അറിയുന്നുണ്ടാവും കേട്ടോ. ഞാൻ അതിനെ ചെറുതാക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചായിരിക്കും ചിലപ്പോൾ കടന്നു പോരുന്നത്. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളവരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ അത് അനുഭവിക്കുന്നുണ്ടാവും. ഞാൻ അതിനെ പൂർണ്ണമായി, കാരണം ആ ഘട്ടം തീർന്നിട്ടില്ല. ആ ഘട്ടം തീർന്നിട്ടില്ല. ഇപ്പോഴും പലരും ആ ആ പാലത്തിനപ്പുറത്ത് നിൽക്കുകയാണ്, പേടിച്ച്, ഭയന്ന്. ഇവിടം വരെ, വാതിൽക്ക വരെ വന്നു നോക്കി, ആ പാലത്തിന്റെ അറ്റം വരെ വന്ന ഒത്തിരി പേരുണ്ട്. ഇത് കണ്ട് പേടിച്ചോടിപ്പോയവരുണ്ട്, ഭയന്ന് ഓടിപ്പോയവരുണ്ട്, തിരിച്ച് ഭയന്ന് പാഞ്ഞോടി രക്ഷപ്പെട്ടവരുണ്ട്. ഇവിടെ അവരുടെ പുസ്തകങ്ങൾ തുറക്കാൻ മടികൊണ്ട് ഓടിപ്പോയവരുണ്ട്. അവരുടെ പുസ്തകങ്ങൾ തുറക്കാനുള്ള മടി കൊണ്ട് ഭയന്ന് ഓടിപ്പോയവരുണ്ട്. രണ്ട് തരം സെക്ഷൽ എനർജീസ് ഉണ്ട്. പവിത്രമായ സെക്ഷൽ എനർജിയും മെക്കാനിക്കലായ സെക്ഷൽ എനർജിയും. യാന്ത്രികമായ ആ ശാരീരികപരമായ ആ എനർജി എന്ന് പറയുന്ന ഊർജത്തെ പുറത്തുവിടുകയാണ്. അത് ആശ്രിതത്വം സൃഷ്ടിക്കുകയാണ്. അവസാനം ശൂന്യതയിൽ അത് അവസാനിക്കുകയാണ്. ഒന്നും സംഭവിക്കുന്നില്ല അതിനകത്ത്. എന്നാൽ പവിത്രമായ ആ എനർജി എന്ന് പറയുന്നത് ഊർജം പ്രസരിപ്പിക്കുകയാണ്, സാന്നിധ്യത്തെ ആഴത്തിലാക്കുകയാണ്, ഹൃദയം തുറക്കുകയാണ്. ഈ എനർജികൾ വരുന്നതെല്ലാം ഒറ്റ പോയിന്റിൽ നിന്നാണ്. നമ്മള് അടുപ്പത്തെയും ബന്ധത്തെയും ബന്ധങ്ങളെയും ഒന്നും നിരാകരിക്കുന്നില്ല. അബോധാവസ്ഥയിലുള്ള അടുപ്പത്തെ, അതിനെയാണ് നിരാകരിക്കുന്നത്. ഒരിക്കലും ബന്ധത്തെ നമ്മൾ ഒരു ബന്ധങ്ങളെയും തള്ളി പറയുന്നില്ല. അബോധാവസ്ഥയിലുള്ള അടുപ്പത്തെ, ബന്ധത്തെ, അവിടെയാണ് ആ ബോധാവസ്ഥയിലുള്ള ബന്ധം
അവിടെയാണ്. ആ എനർജി ശരിക്കും വരുന്നത് എവിടെ നിന്നാണ്? മനസ്സിൽ നിന്നാണോ? അല്ല. ആ മനസ്സിനെ പോലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അവബോധത്തിൽ നിന്നാണ്. അവബോധമാണ്. അവബോധം നിങ്ങളുടെ ലൈംഗികതയിലേട്ട് അല്ലെങ്കിൽ ആ ഇതിലേട്ട് പ്രവേശിക്കുമ്പോൾ അതൊരു ധ്യാനമായി മാറുന്നു. എല്ലാം പവിത്രമായി മാറുന്നു. അവബോധം പ്രവേശിക്കണം, മനസ്സല്ല പ്രവേശിക്കേണ്ടത്. മനസ്സ് പ്രവേശിക്കുമ്പോഴാണ് റൈസിങ് ദ ഫയർ, ഫയർ കൊണ്ടുവരിക. നിങ്ങളുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള അടിവയറ്റിൽ നിന്നുമുള്ള ആ ജീവശക്തി ഭാവനയില്ലാതെ ഭാവനയില്ലാതെ അവബോധം മാത്രമായി മുകളിലിട്ട് കൊണ്ടുവരിക. ഈ സംവേദനം ഹൃദയത്തിലേട്ട്, പിന്നെ തൊണ്ടയിലേട്ട്, പിന്നെ നെറ്റിയിലേട്ട് നിർബന്ധിക്കേണ്ടതില്ല. അങ്ങനെ പോവുക നിശ്ചലതയില്. ഒരിക്കലും വഴി, ഇതൊരു യാത്രയാണല്ലേ, ട്രാവലാണ്. മിറാക്കിൾ മിഷൻ ട്രാവൽ. മിറാക്കിൾ എന്ന് പറയുമ്പോൾ പൊട്ടന്മാര് തെറ്റിദ്ധരിക്കും ഈ ഭൂമിയിൽ നടക്കുന്ന എന്തോ അത്ഭുതമാണെന്ന്. ഒരിക്കലുമല്ല. ഉണ്ടോ? എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഇത് കേൾക്കാൻ സാധ്യതയുള്ള ആളുകളോടാണ് ഞാൻ പറഞ്ഞത്. മിറാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഏതെങ്കിലും അത്ഭുതങ്ങളെ കുറിച്ചല്ല കേട്ടോ. ഇതൊരു മിഷനാണ്. നിങ്ങളെ ആൺ, പെൺ, സമ്പന്നൻ, ദാരിദ്ര്യവാൻ, പുരുഷൻ, സ്ത്രീ, പണക്കാരൻ, പാവപ്പെട്ടവൻ, വെളുത്തവൻ, കറുത്തവൻ, പണമുള്ളവൻ, പണമില്ലാത്തവൻ, ജോലിയുള്ളവൻ, ജോലിയില്ലാത്തവൻ, എല്ലാത്തിൽ നിന്നും ഉയർത്തുന്ന മിറാക്കിളാണ്. അതാണ് മിഷൻ. എല്ലാത്തിൽ നിന്നും ഉയർത്തുന്ന, അതാണ് മിഷൻ. അതാണ് മിറാക്കിൾ. മറ്റതൊന്നും മിറാക്കിൾ അല്ലല്ലോ. ആൺ പെൺ ഭേദമുണ്ടെങ്കിൽ മിറാക്കിൾ അല്ല. ആണും പെണ്ണും, വെളുത്തവനും കറുത്തവനും തമ്മിൽ ഭേദമുണ്ടെങ്കിൽ അത് മിറാക്കിൾ അല്ല. സമ്പത്തുള്ളവനും ഇല്ലാത്തവനും അവന് ഐഡന്റിറ്റി കൂടുതൽ, ഇവന് കുറവ് എന്നുണ്ടെങ്കിൽ അത് മിറാക്കിൾ അല്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ നരകത്തില്, ഒരുത്തൻ സ്വർഗത്തിലെങ്കിൽ അത് മിറാക്കിൾ അല്ല. ഈ വഴി ആഗ്രഹത്തിൽ നിന്ന് നിഷേധിക്കുന്നതല്ല. ഈ വഴി ആഗ്രഹങ്ങളെ നിഷേധിക്കുന്നതല്ല. ഈ വഴി ആഗ്രഹത്തിൽ നിന്നും യഥാർത്ഥ ഭക്തിയിലേക്കുള്ളതാണ്. ആഗ്രഹം പാഴാക്കുന്നവർ വിശപ്പുള്ളവരായി തുടരുന്നു. വേറൊന്നും പറയാനില്ല. ആഗ്രഹത്തെ അടിച്ചമർത്തുന്നവർ തകർന്നിരിക്കുന്നു. തകർന്നിരിക്കുന്നു. വിശപ്പുള്ളവനായി അലയുന്നു. ആഗ്രഹം മനസ്സിലാക്കുന്നവർ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ കണ്ടെത്തുന്നു. ആ സത്യമാണ് ദൈവം, ഈശ്വരൻ, അള്ളാഹു, കർത്താവ്. അതിനുള്ളിലുള്ള, നിങ്ങൾക്കപ്പോ സ്വർഗം വേണോ നരകം വേണോ? ഒന്നും വേണ്ട.
ശരീരത്തെ കത്തിക്കുന്ന അതേ അഗ്നിക്ക് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയും. ശരീരത്തെ കത്തിക്കുന്ന അതേ അഗ്നിക്ക് തീർച്ചയായും ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയും. ആ തലമൊക്കെ നിങ്ങൾ കഴിഞ്ഞു. ഓഷോയുടെയും ഒക്കെ തലമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചും കഴിഞ്ഞു സുഖങ്ങളെ. ഇനിയെങ്കിലും നിങ്ങൾ യഥാർത്ഥ ആഗ്രഹം എന്താണെന്നൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ ഇപ്പോഴും ആ യൂട്യൂബും അതും കണ്ട് ഇതും കണ്ട് അതൊക്കെ ഓൾഡ് സ്കൂൾ. കം ടു ദ ന്യൂ നെക്സ്റ്റ് ജെൻ സ്കൂൾ. അടുത്ത ലെവൽ സ്കൂളിലോട്ട് വരൂ നിങ്ങള്. ആ ഓൾഡ് സ്കൂളിൽ ഇനിയും പോയിരിക്കല്ലേ. ഉം വായന ശരിയാണ്. എല്ലാം ഓൾഡ് സ്കൂളല്ലേ. നിങ്ങൾ തന്നെ ഒരു നെക്സ്റ്റ് ജെൻ സ്കൂളാണ് ഇപ്പൊ. ഒരു സ്റ്റെപ്പിന്റെ വ്യത്യാസമുള്ളൂ, ഒരൊറ്റ സ്റ്റെപ്പിന്റെ. ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും ഉത്തരങ്ങൾ ഉണ്ടാവില്ലേ? ഒറ്റ സ്റ്റെപ്പിന്റെ മാറ്റത്തില് എന്തിനു നിൽക്കണം ഇനിയും? എല്ലാം ഉപേക്ഷിക്ക്. പുതിയൊരു ലോകം കിട്ടും. മതവാദികളും നിരീശ്വരവാദികളും ഇല്ലാത്തൊരു ലോകം, സുന്ദരമായൊരു ലോകം. ഔഫ്. നിങ്ങളുടെ ലോകമാണത്. ഈ ഭൂമി നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഒന്ന് നിന്ന് നോക്കിയ ഒറ്റയ്ക്ക്. ഭൂമിയിൽ ഒറ്റയ്ക്ക് ഒന്ന് നിന്ന് നോക്കി. യു ആർ ഗ്രേറ്റ്. ഭൂമി മുഴുവൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത്. ഒന്ന് നോക്കി ചുറ്റും. എല്ലാം, എവരിത്തിങ്. അവിടെ നിങ്ങൾക്ക് ചോദ്യമുണ്ടോ ഉത്തരവുണ്ടോ? അത് ശരീരത്തിലുള്ളതാണ്. ആൺ പെൺ ഡിറ്റാച്ച്ഡ് ലവ് ശരീരത്തിൽ നിന്നുകൊണ്ട് അതൊക്കെ താണ്ടി പുതിയ ലെവലിലോട്ട് പോവല്ലേ? വീണ്ടും അതേ ലെവലിൽ തന്നെ നിൽക്കുക. ഡിറ്റാച്ച്മെന്റും അറ്റാച്ച്മെന്റും ഒക്കെ അവർ ചർച്ച ചെയ്യട്ടെ. മാനിഫെസ്റ്റേഷനും വിഷ്വലൈസേഷനും അഫർമേഷനും ഒക്കെ അവർ ചർച്ച ചെയ്യട്ടെ. വൈ യു മാൻ? എന്തുകൊണ്ട് നീ നീ ഇപ്പൊ അത് ചർച്ച ചെയ്യേണ്ട സമയ? നീ വല്ല UFOയോ എലിയൻസിനെയൊക്കെ കുറിച്ച് ചിന്തിക്കുക. അതും കഴിഞ്ഞു, അതിനപ്പുറത്ത് പോ. ചിന്തിക്ക്. ഈ ഭൂമിയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ട് ചിന്തിക്ക്. സകല സംവിധാനങ്ങളും സകല മനുഷ്യരും സകല ജീവജാലങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിക്കുക. എന്നിട്ടൊന്ന് നോക്ക്. എന്നിട്ടൊന്ന് നോക്ക്. ഒന്ന് കാണ്. ബസ്സിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പോ ചിന്തിക്ക്, വലിയൊരു ഗോളത്തിന് മുകളിൽ ഞാനിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ സകല സാധനങ്ങളും, ഈ പോകുന്ന വണ്ടി അടക്കം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചത്. ഈ സൂമും ഫോണും, എന്തിന് SM-നെ വരെ. ഉം എനിക്ക് വേണ്ടി. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ എല്ലാ ഐഡന്റിറ്റികളും ഉപേക്ഷിക്കുക. ഐഡന്റിറ്റിയിലല്ലേ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്? എല്ലാ കഷ്ടപ്പാടുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കിടന്നത് ഐഡന്റിറ്റിയിലല്ലേ? ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് പുറത്തു വരാൻ. അവിടെയാണ് നിങ്ങളുടെ കൈ ഞാനാകും, നിങ്ങളുടെ കാല് ഞാനാകും, നിങ്ങളുടെ കണ്ണ് ഞാനാകും. പിന്നെ നിങ്ങൾക്ക് അസുഖവും ഈ പറഞ്ഞ പണ്ടപ്പരപ്പും പരാതി എന്നൊക്കെ പറയില്ലേ? ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. ഒരു പേടിയും വേണ്ട. ദൈവം ഒറ്റയ്ക്കല്ലേ. ദൈവത്തിന് പേടിയുണ്ടോ? ദൈവത്തിന് പേടിയുണ്ടെങ്കിലേ നിങ്ങൾക്ക് പേടിയുള്ളൂ.
ഒറ്റയ്ക്കാണ്. തീർച്ചയായും നിങ്ങൾ സൂപ്പർമാനാണ്. അതൊന്ന് തൂത്ത് തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് സംഭവിക്കും. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പ് അത് നടക്കും. ഇതൊന്നും ചുമ്മാ പറഞ്ഞല്ല. നിങ്ങൾക്ക് തോന്നണ്ടാവും ചുമ്മാ പറഞ്ഞതെന്ന്. അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല് മാത്രമാണ്. നിങ്ങളുടെ മനസ്സിന്റെ തോന്നല് മാത്രമാണ്. ഒരാൾക്ക് പറക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, പറക്കാൻ കഴിയില്ല എന്ന് മനസ്സ് പറയും. കാരണം നീ നടന്നിട്ടേ ഉള്ളൂ, പറന്നിട്ടില്ല. എല്ലാം മനസ്സാണ് പറയാ. ഒരു ചെറിയ കുട്ടിയുടെ ഉള്ളിൽ എന്ത് ഫീലിംഗ് ആയിരുന്നു എന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റൂല. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നടക്കും. ചില കാര്യങ്ങളല്ല. അതൊന്നും അല്ല. അത് നിങ്ങൾ എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വേ ആണിത്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഒരുത്തൻ പറയുകയാണ്, എടാ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കാൻ പറ്റും. പക്ഷേ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കണോ വേണ്ടോ എന്നുള്ളത് അവനല്ല പറയേണ്ടത്. മനസ്സിലായില്ലേ? അവൻ പറയുമ്പോ നടക്കാനുള്ളതല്ല അത്. എടാ നിനക്ക് പറക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറക്കാൻ പറ്റൂന്നേ. അത് നീ പറയുമ്പോ പറക്കാനുള്ളതല്ല നീ ഇത്. ഇവിടെ ഒന്ന് വന്ന് കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെല്ലുവിളിക്കുമ്പോ പോയി കാണിക്കാനുള്ള, എന്നാ ദൈവം വന്ന് കാണിക്കണ്ടേ? ദൈവം ഉണ്ടെങ്കിൽ വാ, ദൈവം ഇവിടെ എന്റെ മുമ്പിൽ വാ എന്ന് പറയുമ്പോ ദൈവം വരണ്ടേ? എന്തേ വരാത്തെ? ഏതെങ്കിലും തുക്കട ചിക്കട പുഴു പറയുമ്പോ വരാനുള്ളതാണോ ദൈവം? ഒന്ന് വന്ന് കാണിക്കുന്നു പറയുമ്പോ നിങ്ങൾ അങ്ങനെ ചിന്തിക്ക്, നിങ്ങളെ ഓപ്പോസിറ്റ് ചിന്തിക്ക്. നമുക്കാവശ്യമുള്ളത് നടക്കും. അത് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് നിങ്ങളുടെ അവബോധം നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എത്ര വലുതുമായിക്കൊള്ളട്ടെ, അത് അത് നിങ്ങളുടെ മുമ്പിൽ തെളിയും, വഴികളുണ്ടാകും. നിങ്ങൾ അതിനെ അച്ചീവ് ചെയ്യും. അല്ല ഞഞ്ഞാ പിഞ്ഞാ ചിഞ്ഞാ കിഞ്ഞാ ആ പണിക്കല്ല. അത് ഒരു മാനിഫെസ്റ്റേഷനിലൂടെയും വിഷ്വലൈസേഷൻ, അഫർമേഷൻ അല്ലെങ്കിൽ വേറെ അതിലൂടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഓരോ ദിവസവും നിങ്ങൾ ഓരോ സ്റ്റെപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതാവഹമാണ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു സഹായത്തിന് ഒരാൾ വിളിച്ചാൽ അത് നടക്കും അവിടെ. പൂർണ്ണ സറണ്ടറിലാണെങ്കിൽ നടക്കും. അതിന്റെ ആവശ്യമാകുമ്പോൾ അതാകും. അത് നിങ്ങളുമാകും. അവിടെ നമ്മളെല്ലാം വിടുന്നത്. നമുക്ക് ഒരു പിടുത്തവുമില്ല. ഞാനിത് വലിയ പുള്ളിയാവണം, ഞാൻ വലിയൊരു ഓ, എന്നാ പറഞ്ഞ ഒരു സ്പിരിച്വൽ, അതൊന്നും ഇല്ല. അങ്ങനെ ആവശ്യം നമ്മുടെ മുമ്പിൽ ഇല്ല. അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നു ഇത് പരസ്യം ചെയ്തിട്ട് എന്തോരം ആളെ നമുക്ക് ആകർഷിക്കാം, അല്ലേ? എത്രയോ ആളുകളെ ഇതേ ആശയം നമ്മളൊരു കുറച്ച് യൂട്യൂബ് ചാനലിലൊക്കെ പോയിരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ലക്ഷം ആളുകൾ കാണും. അങ്ങനെ ആളുകൾ വരൂലേ? മനുഷ്യനിപ്പോ എന്തൊക്കെ കൊണ്ടു വെച്ചാലും വരും. തട്ടിപ്പ് കൊണ്ടു വെച്ചാലും വരും, നല്ല കൊണ്ടു വെച്ചാലും വരും, ഇനിയിപ്പോ ഒന്നും അല്ലാത്ത കൊണ്ടു വെച്ചാലും വരും.
വെറുതെ അതിലങ്ങ് നിന്നു കൊടുക്കുക. സംഭവിക്കാനുള്ള ഒക്കെ സംഭവിക്കും. വെറുതെ നിന്നു കൊടുക്കുക. ഒക്കെ വരും ചുറ്റും. ഒരെണ്ണം ഓൾറെഡി വന്നു കഴിഞ്ഞു. വന്നു കഴിഞ്ഞു. അതൊരു വലിയ മിറാക്കിൾ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത് മതി.